हेलो बच्चों, कैसे हैं आप सब? बहुत बढ़िया। आज हम देखने वाले हैं जो हिंदी के एक प्रमुख कवि एक गुलजार जी द्वारा लिखी गई बाबा और बाबा की छड़ी। साथ साथ चलते हैं दोनों बाबा और बाबा की छड़ी। റെഡി? സോ ബോത്ത് ബടിയ. ഹം ജോ 5 മിനിറ്റ് के अंदर നമ്മൾ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതിന്റെ സമ്മറി മനസ്സിലാക്കുവാണ്, എക്സാമിലോട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം എത്രയും പെട്ടെന്ന്. വെരി ഗുഡ്. സോ എന്താണ് കവിതയുടെ ആശയം വരുന്നത്? നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ബാബ അല്ലേ? ബാബ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബാബയെ കാണാം. ഇതാണ് ദാദാ യാ ബുജുർഗ് ആദ്മിക്കോ ക്യോൺ ബോൾത്തെ ദാദാ ബോൾത്തെ. വയസ്സായ ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാദയായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ ഈ ചെടി ആരാണ്? ഒരു വാക്കിംഗ് സ്റ്റിക്ക്. അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കുന്ന ആ വാക്കിംഗ് സ്റ്റിക്ക് ആരാണ്? നമ്മളാണ്. ന്യൂ ജനറേഷൻ ആയിട്ടുള്ള നമ്മളാണ് അവർക്ക് വഴി കാട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആശയം, ഈ കവിതയുടെ മഹത്തരമായ ആശയം. നമുക്ക് ആ വരികളിലോട്ട് പോകാം. ജോ ബോൾത്തെ ബാബാ और ബാബാ की छड़ी ഗുൽസാർ ജി. ബാബാ और ബാബാ की छड़ी ഗുൽസാർ ജി. എങ്ങനെ ഓർമ്മിക്കാം? BBC, നമ്മൾക്കറിയാം BBC എന്ന ചാനൽ അല്ലെ? അതിന്റെ കൂടെ തന്നെ ഗൂഗിൾ എന്ന ജി ആഡ് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. എല്ലാത്തിനും കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. എങ്ങനെയാണ്? ബാബാ और ബാബാ की छड़ी ഗൂഗിൾ കിട്ടിയോ? BBC ജി, BBC ജി. റെഡി? ഇനി എന്താണ് നമ്മൾക്ക് നോക്കാം. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ ബാബാ और ബാബാ की छड़ी. വരി പഠിച്ചോളൂ. ഒരു വരി പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ കുറിപ്പുകൾ എഴുതുമ്പോൾ, ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ഒരു വരി എഴുതിയാൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു മാർക്ക് കിട്ടും. അതിൻ്റെ ഒരു വരി എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ നമ്മൾക്ക് എന്താണ് നോക്കേണ്ടത്? എന്താണ് ഇത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരുപോലെ സാത്ത് സാത്ത് ചലത്തെ ഹേ, കൂടെ. സാത്ത് സാത്ത് ചലത്തെ, രണ്ടുപേരും ഒരുപോലെ കൂടെ പോകുന്നു. എവിടെ? ബാബയും ബാബയുടെ ചെടിയും. ചെടി എന്താണ്? വാക്കിംഗ് സ്റ്റിക്ക് അല്ലേ? അതായത് നമ്മളും നമ്മുടെ ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആകാം, നമ്മുടെ ആ സമൂഹത്തിലുള്ള എല്ലാ വൃദ്ധ ജനങ്ങളെയും എല്ലാവരെയും കൂടി നമ്മളാണ് അവർക്ക് വഴി കാണിക്കേണ്ടത് അവരുടെ വൃദ്ധാവസ്ഥയിൽ എന്ന ഒരു മഹത്തരമായ വരിയാണ് ഇവിടെ വരുന്നത്. നോക്കാം നമുക്ക്. പെഹലെ വോ കഹ്താ ഹേ ചൽ ചൽ ബാഹർ ചലത്തെ ഹേ. വൃദ്ധരായിട്ടുള്ള അവരെന്താണ് നമ്മളോട് പറയുന്നത്? നമ്മൾക്ക് പുറത്തോട്ടേക്ക് പോകണം എന്ന് പറയാണ്. അപ്പോൾ എന്താണ്? ഓർ ഉഠാ ലേത്തെ ഹേ ഛടിക്കോ, വടിയെ എടുക്കുന്നു. അതായത് നമ്മളോട് ആവശ്യപ്പെടുന്നു പുറത്തോട്ട് പോകണം എന്ന കാര്യം. അപ്പോഴെന്താണ്? ബിസ്തർ പോർ ലെറ്റി ഹുയി തീ. എന്താണ്? അത് റെസ്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലേ? അത് റെസ്റ്റ് ആയിട്ട് അത് അവിടെ നിൽക്കുവാണ്. എന്താണ് അവിടെ പിന്നീട് എന്താണ് അവിടെ പറയുന്നത്? फिर वो उसके हाथ पकड़कर बाहर लाती है, बाहर लाती है. അതായത് ഇവിടെ വരുന്നത് എന്താണ്? ചെടിയാണ് ഇതിനെ കൊണ്ട് അവർ പിന്നീട് ആഗ്രഹമാണ്, വയസ്സായവരുടെ ആഗ്രഹം നമ്മളുടെ ജനറേഷനോട് പറയുകയും അപ്പോൾ നമ്മൾ എന്താണ് അവരെ തൈത്താങ്ങായി അവരെ കൂട്ടി അവരുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന മഹത്തരമായ വരിയാണ് ഇവിടെ പറയുന്നത്. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ ബാബാ और ബാബാ की छड़ी. അപ്പൊ എന്താണ്? നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ റെസ്റ്റ് എടുക്കുമ്പോൾ അവർ അവരുടെ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അവരെയും അവരുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകും. റെഡി? സോ അതാണ് നമ്മുടെ എഡ്യൂപോർട്ടിലെ സ്റ്റുഡൻസ്. അങ്ങനെയാണ് വേണ്ടത്. സോ നമ്മളെ പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരും സ്നേഹിക്കുക, വൃദ്ധജനങ്ങളെ സ്നേഹിക്കുക എന്ന മഹത്തരമായ ആശയമാണ് ഈ വരിയിൽ വരുന്നത്. അവരെ പരിഗണിക്കണം എന്നതാണ്. റെഡി? ചെടി ബഗാതെത്തി ഹേ കലീക്കെ കുത്തേ ബോക്കേത്തോ. എന്താണ്? കുത്തേ ബോക്കേത്തോ, പട്ടി ഉറക്കുവാണെങ്കിൽ വടി ഓടിക്കുന്ന പോലെ അവർക്ക് മുന്നിൽ എന്തെങ്കിലും തടസ്സം വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഓടിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ബാഗ് തലക്ക് ജാത്തേ ഹേ ദോനോ. ബാഗ് എന്താണ്? ഇവിടെ പൂന്തോട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ്. അതായത് അവരുടെ ആഗ്രഹങ്ങളിലേക്ക്, അവരുടെ ആ ഒരു ആഗ്രഹ സാഫല്യത്തിലേക്ക് പോകുന്നു. തക്ക് ജായേ തോ ബാബ അക്സർ ഓഫൺ, പലപ്പോഴായിട്ടും അല്ലെ? ഓഫൺ, റൈറ്റ്? കാരണം എന്താണ്? അവർ വയസ്സായിട്ടാണുള്ളത്. അപ്പൊ അവർ പെട്ടെന്ന് തളർന്നു പോകും. അപ്പൊ എന്തായി? ചെടി പേ മാതാ ഠേക്ക് കർ ബെഞ്ച് പേ ബൈഠ് ഭി ജാതാ ഹേ. അപ്പോൾ എന്താണ്? നമ്മളിൽ ആശ്രയം പ്രാപിച്ചുകൊണ്ട് അവരവിടെ ബെഞ്ചിലിരിക്കുന്ന പോലെ നമ്മളിൽ അവരെന്താണ്? നമ്മളെ തോളത്ത് ചാർന്നിരിക്കും എന്ന രീതിയിൽ പറയുകയാണ് ഈ വരികളിൽ. അവർ ക്ഷീണിക്കുമ്പോൾ നമ്മളിലേക്കാണ് ആശ്രയം പ്രാപിക്കുന്നത് എന്ന രീതിയിൽ. ചെടി ഹി ഉടുക്കർ കബി കബി ബാബാ കോ ദിക്കാത്തി ഹേ. അപ്പോൾ നമ്മൾ എന്താണ്? അവർ മുന്നോട്ടേക്ക് വീണ്ടും നയിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ, അവർക്ക് ആ ആഗ്രഹത്തിലേക്കുള്ളത് കുറച്ചും കൂടെ അവരെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നു. നയാ നയാ ജോ ഭോർ ആയാ ഹേ നയാ നയാ പേടോം പർ. പുതിയ മരങ്ങളിൽ എന്താണ്? പൂക്കൾ, മാമ്പൂക്കളൊക്കെ വരുന്ന പോലെ, പൂക്കൾ വരുന്ന പോലെ ആ ഒരു ബ്ലോസം നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ്, അവർക്ക് വീണ്ടും ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ ഓക്കെ, ഏക് കദം ജബ് വോ ചലത്തി ഹേ ഏക് കദം വോ ചലത്താ ഹേ. ചലത്തി ഹേ എന്ന് പറയുന്നത് എന്താണ്? ചെടി ഒരു സ്ത്രീലിംഗ പദമായി ഉപയോഗിക്കുന്നതാണ്. വോ എന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? എല്ലായിടത്തും നമുക്ക് വോ എന്ന് കാണാം. വോ എന്ന് പറയുന്നത് വഹ് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, വഹ് എന്ന അർത്ഥത്തിലാണ് വോ എന്ന് ഉപയോഗിക്കുന്നത്. വഹ് എന്തൊക്കെ ഉപയോഗിക്കാം? അവനാകാം അല്ലെ? വഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർവനാം. അവൻ, അവൾ, അത് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, റെഡി?
സോ ബച്ചോ तो നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ് വോ എന്ന് കണ്ടാൽ വഹ് എന്ന് തന്നെയാണ്. പിന്നീട് എന്താണ് ബാബ और ബാബ की छड़ी. ആരൊക്കെയാണ് വടി പോകുമ്പോൾ ആദ്യം ആരാണ് പോകുന്നത്? വടിയാണ് മുന്നിൽ പോകുന്നത്. നമ്മളാണ് അവരെ നയിക്കേണ്ടത്. അവർ നമ്മളെ കൂടെ വരുന്നു. വെരി ഗുഡ്. दोनों में से कोई अकेला चल नहीं सकता. രണ്ടുപേരിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾക്കറിയാം വടി അവിടെ റെസ്റ്റിലാണെങ്കിൽ അത് അവിടെ തന്നെയാണ്. മറിച്ച് വൃദ്ധനായ ഇദ്ദേഹത്തിന് എന്താണ് വയസ്സായതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വരെയാകാം. പക്ഷെ നടക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്താണ് റെസ്റ്റിലാണെങ്കിൽ ആരെങ്കിലും ഒരാൾ അവർ തമ്മിലുള്ള ബന്ധം വിട്ടുപോവുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് നടക്കാൻ പറ്റത്തില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ഹാത്ത് അഗർ ഛൂട്ടേ തോ ദോനോ ഗിർ പടുത്തേ ഹേ. രണ്ടുപേരും ഒരുമിച്ചല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കോണ്ടാക്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ് പോവും. ഗിർ പടുത്തേ ഹേ. ഇക് ജവാ ഇക് ബൂഢാ. എക്ക് ജവാ എക് ബൂഢ. ഇവിടെയാണ് ആശയത്തിന്റെ പൂർണ്ണത വരുന്നത്. ഒരാൾ യങ് ആണ്, ജവാൻ, നോ ജവാനാണ്. ജവാം എന്ന് പറയുന്നത് എന്താണ്? നോ ജവാൻ. എക്ക് ബൂഢ ഒരാൾ എന്താണ്? വയസ്സായതാണ്. ബാബ ഒരു ബാബ കി ഛടി. ബാബയും ബാബയുടെ വടിയും. അർത്ഥം മനസ്സിലായില്ലേ? എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ വൃദ്ധജനങ്ങളെ എങ്ങനെയാണ് അവരുടെ ആ ഒരു വയസ്സാങ്കാലത്തുണ്ടാകുന്ന അവരുടെ ആ ഒറ്റപ്പെടലിനെ എങ്ങനെ നമ്മൾ മാറ്റണമെന്നും നമ്മൾ അവരെയും കൂടെ കൂട്ടണം എന്ന മഹത്തരമായ വരിയാണ് ആര്? നമ്മുടെ ഓദർ ഗുൽസാർജി ഇവിടെ പറയുന്നത്. ഗുഡ്. സോ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു സമ്മറി പറയാം. ഇതിന് നൈതിക ശിക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖേലാപ്പൻ, വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഒറ്റക്ക് വൃദ്ധാവസ്ഥയിലെ തനിച്ചാകലിനെ ഇവിടെ പറയുന്നു. പിന്നെന്താണ്? നമ്മൾ മുതിർന്നവരെ ഇജ്ജത്ത് കർണ. ഇജ്ജത്ത് കർണ കാ മത്ലബ് ഹോത്താ ഹൈ റെസ്പെക്ട് ചെയ്യുക. അവരെ റെസ്പെക്ട് ചെയ്യുക, പരിഗണിക്കുക. പ്യാർ കർണ और उनकी जो सम्मान करना. ഇവിടെ आपको ऐड कर सकता है. ऐड करो. सम्मान करना चाहिए. उनकी जो सम्मान करना चाहिए. रेडी? ओके. നമ്മൾ വൃദ്ധരായ അവരെ അക്സെപ്റ്റ് ചെയ്യണം, അവരെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ അവരെ പരിഗണിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ വരികളാണ് നമ്മൾക്ക് അതൊക്കെ പറയാം. അതിന്റെ നൈതിക ശിക്ഷ का मतलब होता है ഗുണപാഠമായിട്ട് പറയാം, മോറൽ. പിന്നെന്താണ്? എനിക്ക് ജോ ആത്മസമർപ്പൺ റിശ്തേമേ ജോ ആത്മസമർപ്പൺ കർണ ചെയ്യേ. നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഒരു ഡെഡിക്കേഷൻ ആണ്. നമ്മുടെ റിലേഷനിൽ ഒരു ഡെഡിക്കേഷൻ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ജോ मतलब है साथी के जो प्रति जो वफादारी है ना, वफादारी, वेरी गुड वर्ड, वफादारी, लॉयलिटी, राइट डाउन, जो लॉयलिटी, सत्यसंधता എന്നാണ് ഇവിടെ പറയുന്നത്. रिश्ते को जो गहरा, मजबूत और लंबे समय तक लेना चाहिए. ഈ ഒരു വഫാദാരി ഉണ്ടാവണം. ഉൻകി ജോ ക്യാ ഹോനാ ചാഹിയേ? इसके साथ ही വിശ്വാസം വേണം. और പ്രതിബദ്ധത भी होना चाहिए. ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ആഴത്തിലുള്ള ബന്ധങ്ങളിലേക്കും അതുപോലെ തന്നെ വളരെ ദൂരം ലംബേ സമയത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് നമുക്ക് നോക്കാം അടുത്തത്. ഇതിന്റെ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് വരുന്നതാണ് ആസ്വാദന ടിപ്പണി. ഈ ബാബ ഒരു ബാബാക്കി ചെടിയിൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോ 4 മാർക്കിന് നിങ്ങൾക്ക് ആസ്വാദന ടിപ്പണി എന്തായാലും വരും. ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഠിച്ച് മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. പഠിക്കാതെ മാർക്ക് വാങ്ങണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നമുക്ക് ആദ്യം പഠിച്ച് മാർക്ക് വാങ്ങാം. എങ്ങനെ? ബാബ और बाबा की छड़ी. हिंदी के जो സുപ്രസിദ്ധ കവി, ഗീതകാർ, നിർദ്ദേശക് ഗുൽസാർ ജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ പറയുന്നത്. ഹിന്ദി സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് കവിയും കവിതയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാം, നോട്ട് ഡൗൺ ചെയ്യാം. പിന്നീട് എന്താണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ്? ബൂഢെ ജോ വ്യക്തി और उसकी छड़ी के बीच की जो आपसी निर्भरത, സഹചര്യ എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഞാൻ തൽക്കാലം ഇത് വായിക്കാം, നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. റെഡി? നിങ്ങൾ നല്ല രീതിയിൽ വേണമെങ്കിൽ വളരെ വളരെ എളുപ്പമുള്ള വരികളായിട്ടാണ് നിങ്ങൾ ലൈൻസ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചെഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ. സോ എന്താണ്? റെഡി? ഇനി പഠിക്കാതെ നമ്മൾക്ക് അതാണ് മെയിനായിട്ട്. എങ്ങനെ കുറച്ച് മാത്രം പഠിച്ച് ഫുൾ മാർക്ക് എങ്ങനെ വാങ്ങാൻ നമുക്ക് നോക്കാം. എങ്ങനെ നോക്കാം? ഗുൽസാർ ജി കി ജോ കവിത ഹേ. നമ്മൾ എന്ത് എഴുതണം ആദ്യം? ഗുൽസാർ ജി കി ജോ കവിത ഹേ ബാബा और बाबा की छड़ी एक बूढ़े व्यक्ति और उसकी छड़ी के अटूट रिश्ते को दर्शित करती है. എന്താണ് ഈ പറയുന്നത്? നമുക്ക് മെയിനായിട്ട് കവിയും കവിതയുടെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ഒറ്റ സെന്റൻസിലായിട്ട് നിങ്ങൾക്ക് 2 വരിയിലാക്കി ഒറ്റ സെന്റൻസ് തന്നെ നിങ്ങൾ 2-3 വരി കുറച്ച് വലുതാക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നല്ല രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും. 3 വരിയൊക്കെ ആക്കി എഴുതിക്കോ. റെഡി? എന്താണ്? ഗുൽസാർ ജിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ് എന്ത്? ബാബ और बाबा की छड़ी. ഇതിലെയും ഷോർട്ടാക്കി എങ്ങനെ എഴുതാം? ഹിന്ദി के जो प्रमुख ഈ ഗുൽസാർ ജി की एक प्रमुख रचना है बाबा और बाबा की छड़ी എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. 1 മാർക്ക് കിട്ടിയോ? 1 മാർക്ക്. ഗുഡ്. പിന്നെ എന്താണ്? ഈ കഥയുടെ ഒരു ചെറിയൊരു ആശയം നിങ്ങൾക്ക് പറയാം. വേ സിർഫ് മാലിക് ജോ എനിക്ക് ജോ മാലിക് और वस्तु नहीं. എന്താണ് മാലിക് എന്ന് പറയുന്നത്? അതിനൊരു ടൈക്കൂൺ, അതൊരു മുതലാളിയല്ല എന്ന് മറിച്ച് എന്താണ്? മുതലാളി തൊഴിലാളി പറയുന്ന പോലെയല്ല അതിനെ ഉപയോഗിക്കുന്നത്. എന്ത്? ബൽക്കി ഏക് ദൂസരെ കി നിർഭർ രഹനെ വാലെ
അഭിവാജ്യ സാത്തി ഹേ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പാനിയനാണ്. ഇസ് കവിത മേ ഛടി കേവൽ ഏക് സഹാര नहीं, ഈ കവിതയിൽ എന്താണ്, ചെടി ഒരു ആശ്രയം മാത്രമല്ല, ബൽക്കി ബാബാ കെ ലിയേ ഏക് ജീവൻ ദോസ്ത് और नई ऊर्जा की प्रतीक है. ബാബയ്ക്ക് അതിലൊരു ഊർജത്തിന്റെയും പുതിയൊരു ആത്മവിശ്വാസത്തിന്റെ ഒക്കെ പ്രതീകമാണ് എന്ത്, ചെടി എന്ന് പറയുന്നത്. ഈ രീതിയിലൊരു ആശയം നിങ്ങൾ ഷോർട്ടാക്കി എഴുതാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാം. എന്തൊക്കെയാണ് വൃദ്ധാവസ്ഥയിലെ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആശയം, നിങ്ങൾ എന്താണ് ഈ കവിത കൊണ്ട് മനസ്സിലാക്കുന്നത്, അത് കൂടാതെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ലൈന് പഠിക്കണം. ഏതെങ്കിലും ഒരു ലൈന്, ഞാൻ നേരത്തെ പാടിയ അതേ ലൈന് പഠിക്കാം. അല്ലെങ്കിൽ ദോനോ മേ സെ കോയ് അക്കേല ചൽ നഹീ സക്താ, ദോനോ മേ സെ ഏക് അക്കേലാ നഹീ ചൽ സക്താ. എന്താണ്, രണ്ടിൽ ഒരാൾക്ക്, ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് വിട്ടുപോവുകയാണെങ്കിൽ ഒന്നിന് നിലനിൽപ്പില്ല എന്ന രീതിയിൽ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ആ ഒരു അർത്ഥത്തെ എഴുതുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടും എത്ര. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ് ആണ് 2 പാരഗ്രാഫ് ആയിട്ടൊക്കെ നിങ്ങൾ ഇതിനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെങ്കിൽ ഇവിടെ തന്നെ 2 മാർക്ക് കിട്ടാം. പക്ഷേ കവിതയും കൂടി എഴുതിയ വെരി ബെസ്റ്റ്. ഒരു കവിതയുടെ ചെറിയൊരു ലൈൻ പഠിച്ചോ, ഇത് എഴുതാൻ പറ്റില്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. എന്താണ്, ഡെഫിനറ്റ് മാർക്ക്. അതുപോലെ തന്നെ കവിതയിൽ നിങ്ങൾ മനസ്സിലാക്കി എന്തായാലും ആശയം എഴുതിയാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടി 2 മാർക്ക് പൂർണ്ണമായിട്ട് കിട്ടും. ഇതും കൂടി എഴുതിയാൽ പക്ക, പിന്നെ എന്തായാലും കിട്ടിയിരിക്കും. പിന്നെ എന്താണ്, നമുക്ക് അവസാനമായിട്ടൊരു കൺക്ലൂഷൻ കൊടുക്കണം അല്ലേ, 1, 2. ഇനി എന്ത് വേണം, ഒരു 1 മാർക്കും കൂടെ വേണം. അത് എവിടെ കിട്ടും, ഒരു നല്ലൊരു കൺക്ലൂഷൻ. എങ്ങനെ നല്ലൊരു കൺക്ലൂഷൻ എഴുതാം, ഈ കവിത എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ആശയം എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു അവസാനം നിങ്ങളുടെ ഒപ്പീനിയനിൽ ഒരു കൺക്ലൂഷൻ പറയാം. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രായമാരാ ബഹുമാനിക്കൽ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ വൃദ്ധജനങ്ങളെ സഹായിക്കണം, എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു പാരഗ്രാഫ് ചെയ്തോ. ഹമേഷ് കവിത സിക്കാത്തി ഹേ, നമ്മൾ ഈ കവിത പഠിപ്പിക്കുകയാണ്. എന്താണ്, ഹമേ ഭി അപ്നെ ബഡേ കാ ഏക് മജ്ബൂത്ത് और വഫാദാർ സഹാര ബന്ന ചാഹിയേ. നമ്മൾക്കും നമ്മുടെ വൃദ്ധജനങ്ങൾക്ക് ഒരു നല്ല ശക്തി പകരുന്ന ഉതകുന്ന ഒരു സഹാര, ആശ്രയമാകണം എന്ന അർത്ഥമാണ് ഈ കവിത പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതാണ്. बहुत बहुत धन्यवाद बच्चों, मिलते हैं. थैंक यू.